ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ മണി അല്ലെങ്കിൽ പണം എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പർ മാത്രമല്ല, അതൊരു എനർജിയാണ്. നമ്മുടെ ലൈഫിലേക്കുള്ള മണി ഫ്ലോ അല്ലെങ്കിൽ ക്യാഷിൻ്റെ വരവ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പണത്തിനെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ പണത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് പണത്തിനെ അട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന 5 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ആണ്. അത് മാത്രമല്ല, ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ 3 പവർഫുൾ മണി അഫർമേഷൻസ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിലെ ഫസ്റ്റ് വൺ ആണ് ക്ലിയർ മണി ഇന്റൻഷൻ. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പണം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു 10K സാലറി ഉള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു 20K അല്ലെങ്കിൽ ഒരു 30K അതിനേക്കാൾ കൂടുതൽ പണം നമുക്ക് ഏൺ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, എൻ്റെ ലൈഫിൽ ഇതിനേക്കാൾ കൂടുതൽ പണം വേണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം വരണം. ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ആഗ്രഹിക്കുന്ന ലെവൽ ഓഫ് മണി നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയില്ല. ബിക്കോസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതിപ്പോൾ മാനിഫെസ്റ്റേഷനിൽ നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റി നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളൊരു 10K ഏൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് അതൊരു 30K അല്ലെങ്കിൽ ഒരു 40K ആക്കണം. അപ്പം നമ്മൾ ഇങ്ങനെ വേണം മാനിഫെസ്റ്റ് ചെയ്യാൻ. ഈ ഒരു മാസം എനിക്ക് ഒരു 40,000 രൂപ ഇൻകം വരുന്ന രൂപത്തിലേക്ക് എനിക്ക് ഏൺ ചെയ്യണം. ഈ രീതിയിൽ വേണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ. ഇവിടെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്, എത്രയാ 40,000 രൂപയാണ് നമുക്ക് ഏൺ ചെയ്യേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു ടൈം ലൈൻ ഉണ്ട്. ഒരു മാസം, അതായത് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ 40,000 രൂപ, അതൊരു ടൈം ലൈൻ ആണ്. നമുക്ക് വേണ്ട ക്യാഷ് എത്രയാണെന്നുള്ളതിൽ ഒരു ക്ലാരിറ്റിയും ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ മണിയെ കുറിച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ടൈം ലൈൻ്റെ കേസ് പറയാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ 1 മന്ത് എന്നുള്ളൊരു ടൈം ലൈൻ വെച്ചില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വിചാരിക്കുക, എൻ്റെ ലൈഫിൽ ഒരു 40,000 രൂപ ക്യാഷ് എനിക്ക് കിട്ടണം. ഇങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരു ഡെഡ് ലൈൻ ഇല്ലല്ലോ അതിന്. അപ്പം നമ്മൾ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടണം എന്നുള്ളൊരു സംഭവം നമുക്കില്ല. അപ്പം നമുക്ക് അതിന് വർക്ക് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും ഒരു ടൈം ലൈൻ, കൃത്യമായ ഒരു ടൈം ലൈൻ, അതിപ്പോൾ 1 മന്ത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇയർ വെക്കാം, അല്ലെങ്കിൽ 3 വർഷം, 4 വർഷം, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഡ്രീമിനെ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ടൈം ലൈൻ സെറ്റ് ചെയ്യാം. പക്ഷെ ഉറപ്പായിട്ടും നിങ്ങൾ ടൈം ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ ലൈഫിൽ മണി വന്നു, അതായത് നമ്മൾ റിച്ചായി എന്നുള്ളത് പോലെ നമ്മൾ ആക്ട് ചെയ്യാം. ആക്ട് ചെയ്യാൻ മീൻസ് ഇപ്പം നമ്മൾ ഭയങ്കര ക്യാഷുകാരാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക, അങ്ങനെയല്ല കേട്ടോ പറയുന്നത്. നമ്മളോട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ചോദിക്കുക. ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു മാസം ഇപ്പോൾ ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ നമുക്ക് ഇൻകം വരുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിന് സ്പെൻഡ് ചെയ്യുന്നത്, അത് നമ്മൾ ഏത് രീതിയിലായിരിക്കും നമ്മൾ ചിലവാക്കുന്നത്, പിന്നെ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾ ഏതായിരിക്കും, അത് നമ്മളിപ്പോൾ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകുമ്പോൾ നമ്മൾ ഏത് വണ്ടിയിലായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും, നമ്മളെ വീട് എങ്ങനെയായിരിക്കും, ഈ രീതിയിൽ നിങ്ങളുടെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. അതായത് നിങ്ങൾ റിച്ച് ആയ പോലെ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കാമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ്, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്കും അത്രയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എമൗണ്ട് നിങ്ങൾക്കും ഏൺ ചെയ്യാനുള്ള സ്കില്ല് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഇതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് മണി അട്രാക്റ്റഡ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മണി മാഗ്നറ്റ് എനർജിയാണ്. ഈ മണി മാഗ്നറ്റ് എനർജി എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വരുത്തുന്ന ഡിസിപ്ലിൻ, അതേപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് വാല്യൂ, ഇത് മൂന്നും കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു മണി മാഗ്നറ്റ് എനർജി നമ്മുടെ ലൈഫിൽ വർക്ക് ആവുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, റിമൂവ് മണി ബ്ലോക്സ്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് പണം വരാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ തോട്ട്സിൽ തന്നെ ഉണ്ടാവുന്ന ചില ബ്ലോക്കുകളുണ്ട്, അതായത് ചില തടസ്സങ്ങൾ. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ നിങ്ങൾ റിമൂവ് ചെയ്യണം. അതിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഓൾറെഡി ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി, അതായത് ആ കുട്ടിയുടെ പാരൻസ് ഓൾറെഡി കുറച്ച് ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളാണ്. അതേപോലെ നിങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു കുട്ടിയാണ്.
അപ്പോൾ ഈ രണ്ട് പേരും തമ്മിൽ ഇപ്പോൾ അവർക്ക് ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് അവർക്ക് അത് സക്സസ് ആയാലും ഫെയിൽ ആയാലും അതിനെ ബാലൻസ് ചെയ്യാൻ അവരുടെ കയ്യിൽ മണിയുണ്ട്. അതായത് ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ ജനിച്ച കുട്ടീനെ സംബന്ധിച്ച് അപ്പോൾ അവർക്ക് ആ ഒരു മീൻസ് ആ ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ 50-50 ചാൻസ് ആണുള്ളത്. മേ ബി അത് സക്സസ് ആവാം, അല്ലെങ്കിൽ അത് ഫെയിൽ ആയി പോവാം. അപ്പോൾ അത് സക്സസ് ആയാലും ഇവർക്ക് മണി ഏൺ ചെയ്യാം. ഇനിയിപ്പോൾ അത് ഫെയിൽ ആയി പോയി കഴിഞ്ഞാലും അതിൽ ബാലൻസ് ചെയ്യാൻ ഇവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു മിഡിൽ ക്ലാസ്സുകാരനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ മേ ബി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എന്തെങ്കിലും ഒരു ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് പ്ലഡ്ജ് ചെയ്തിട്ടോ ഈ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കതൊരു റിസ്ക് ആണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു ബിസിനസ് തുടങ്ങിയാൽ സക്സസ് ആയാൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. പക്ഷേ ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചിന്തിക്കുക വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഉള്ളവർക്ക് വീണ്ടും ക്യാഷ് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ, നമ്മളെപ്പോലെ അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു നല്ല ലൈഫ്, അല്ലെങ്കിൽ ഒരു വെൽത്തി ആയിട്ടുള്ള ലൈഫ്, ഒരു റിച്ച് ആയിട്ടുള്ള ലൈഫ് ഒന്നും കിട്ടാൻ നമ്മൾ ഡിസേർവിങ് അല്ല. ഈ രീതിയിലുള്ള തോട്ട്സ് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ്സിൽ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണി ബ്ലോക്ക് ആണ്. അതായത് നമ്മൾ ഇപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു റിസ്ക് എടുക്കാൻ റെഡി ആയാലേ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു തടസ്സമാണ് ഇത്തരത്തിലുള്ള തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ തോട്ട്സിന് നമ്മൾ ആദ്യമേ നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്ത് കളയാം. പിന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും. അപ്പം നിങ്ങൾ അതിനെ റീപ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കോൺഫിഡൻസ് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ സ്കില്ല് കൊണ്ട് എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും, എനിക്ക് റിച്ച് ആവാനുള്ള ആ ഒരു സ്കില്ല് എനിക്കുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്, അതിനുള്ള ഫയർ എൻ്റെ ഉള്ളിലുണ്ട്. അത് വെച്ച് എനിക്കും വെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയും, ഞാൻ അതിനെ ഡിസേർവ് ചെയ്യുന്നുണ്ട്, എൻ്റെ ലൈഫിലേക്കും ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ മണി ഫ്ലോ ഉണ്ടാവും. ഈ രീതിയിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ കാര്യമാണ് വിഷ്വലൈസേഷൻ. നിങ്ങൾ ഡെയിലി വിഷ്വലൈസ് ചെയ്യണം. അതായത് ഇപ്പം നിങ്ങൾ റിച്ച് ആയിട്ട് ഉള്ള ഒരാളാവുന്നതായിട്ടും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള വാഹനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നതായിട്ടും, നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നതായിട്ടും, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകുന്നതായിട്ടും, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ക്യാഷ് യൂസ് ചെയ്ത് ചെയ്യുന്നതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം, വിഷ്വലൈസ് ചെയ്യണം. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിന് ഓൾറെഡി അത് വേണം എന്നുള്ളൊരു ഫയർ അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ മാക്സിമം പുഷ് ചെയ്യും. നിങ്ങൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ പോലും അതിന് വർക്ക് ചെയ്യാൻ 24/7 വേണമെങ്കിലും വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കും. കാരണം നിങ്ങളുടെ ആഗ്രഹത്തിന് അത്രയും ഡെപ്ത് ഉണ്ട്. സോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹത്തിന് ഡെപ്ത് കൂടുന്നത്, നിങ്ങൾക്കത് വേണം എന്നുള്ളൊരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. നമ്പർ 5, ദ അലൈൻഡ് ആക്ഷൻ. അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ, ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാറ് വേണമെന്നാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത്. അപ്പൊ ആ കാറ് വാങ്ങണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ക്യാഷ് വേണം. അപ്പൊ ആ ക്യാഷ് വേണമെങ്കിൽ എന്ത് വേണം? നമ്മളിപ്പോ വീടിന്റെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് എനിക്ക് ക്യാഷ് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ആരും ക്യാഷ് കൊണ്ടു തരില്ല. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്യണം. അപ്പൊ ആ ഒരു വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഫയർ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അപ്പോൾ ഈ ആക്ഷൻ എടുക്കുക എന്ന് പറയുന്ന കാര്യം, ഈ ഞാൻ മുന്നേ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന് വേണ്ടി ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ ആ ആക്ഷൻ എടുക്കാൻ റെഡി ആവും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ട്, നിങ്ങൾക്കത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. ഇപ്പം നമ്മൾ എല്ലാ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും പറയുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ആക്ഷൻ എടുക്കണം, നിങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ പിന്നെ അതെങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ആവുക, പിന്നെ എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് കിട്ടുക, നമ്മൾ വർക്ക് ചെയ്യല്ലേ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക് അല്ല. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ടാക്കി തരാനുള്ള ഒരു പവർഫുൾ എനർജിയാണത്. അപ്പൊ ആ ഒരു ഫയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 5 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിൽ വരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ആ പവർഫുൾ ആയിട്ടുള്ള മണിയെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള 3 അഫർമേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ദ മണി മാഗ്നറ്റ്. അതായത് നമ്മളൊരു മണി മാഗ്നറ്റ് ആണ് എന്ന് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ മണി മാഗ്നറ്റ് ആകുമ്പോൾ എന്താ ഉണ്ടാവുക?
സ്വാഭാവികമായിട്ടും ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലേക്ക് തന്നെ അട്രാക്റ്റഡ് ആയിട്ട് വരും. നമ്മൾ അതിന് തേടി പോകേണ്ട ആവശ്യമില്ല. ക്യാഷ് എവിടെ ഉണ്ടെങ്കിലും തന്നെ അത് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും. സോ ഇത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഐ എം എ മണി മാഗ്നറ്റ്, ഞാനൊരു മണി മാഗ്നറ്റ് ആണ്, മണി എന്നെ തേടി വരും. ഈ രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള അഫർമേഷൻ ആണ്. ഇനി രണ്ടാമത്തെ അഫർമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് എൻ്റെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്യും. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ഫ്ലോ ചെയ്യും, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടും ഫ്ലോ ചെയ്യും. ഇപ്പോൾ എക്സ്പെക്റ്റഡ് വേ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഓൾറെഡി ജോബിനൊക്കെ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ ഇൻകം ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ക്യാഷ് ഫ്ലോ ചെയ്യും എന്ന് നമ്മൾ ഡീപ്പായിട്ട് വിശ്വസിക്കുക. അപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന മണി ഓൾറെഡി നമ്മുടെ ലൈഫിലേക്ക് വരും. അതല്ലാതെ നമ്മുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും വർക്ക് വരികയോ അല്ലെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഇപ്പോൾ ബിസിനസ്സിൽ ഒരു നല്ല ഹൈക്ക് ഉണ്ടാവുകയോ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും നമ്മുടെ ലൈഫിലേക്ക് ക്യാഷ് ഫ്ലോ ചെയ്യും എന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഫർമേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ അഫർമേഷൻ. ഇനി മൂന്നാമത്തെ അഫർമേഷൻ ആണ് ഐ ക്രിയേറ്റ് വെൽത്ത് വിത്ത് മൈ കോൺഫിഡൻസ്. നമ്മുടെ കോൺഫിഡൻസ് കൊണ്ട് എനിക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും, എനിക്ക് റിച്ച് ആവാൻ പറ്റും, അതിനുള്ള കഴിവ് എൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ അഫർമേഷൻ. സോ ഈ 3 അഫർമേഷൻസും നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ അതിൻ്റെ ചേഞ്ച് കാണാനായിട്ട് കഴിയും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.